മക്കളെ വരി കളസ് കിച്ചണിൽ ഉണ്ടാക്കാൻ പോണത് ഒരു മീൻ കറിയാണ്. മീൻ കറിക്ക് വേണ്ടി ഞാൻ ഒരു 4 ക്ലാത്തി മീനാണ് ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത്. 2 വലിയ ക്ലാത്തിയും 2 ചെറിയ ക്ലാത്തിയും കൂടെ 100 രൂപയാണ് ഈ ക്ലാത്തി. അപ്പോൾ ഈ മീൻ കൊണ്ടാണ് നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ പോണത്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതാദ്യം ഇത് തൊലിയെല്ലാം നല്ല കട്ടിയുണ്ട്. ഇത് ഞങ്ങളെ നാട്ടിലിത് ക്ലാത്തി എന്നാണ് പറയണത്. നിങ്ങളെ സ്ഥലത്ത് ഇതെന്താണ് പറയണമെന്ന് കമൻറ്റിൽ പറയും മക്കളെ. ഇത് വെള്ള ക്ലാത്തിയാണ്. ഇത് നല്ലവണ്ണം എൻ്റെ ഇവിടെയൊക്കെ എടുക്കാൻ ഇത്തിരി പാടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളയാൻ. അപ്പോൾ ഇതൊന്ന് ക്ലിയറാക്കി നമുക്ക് എടുക്കാം. മീനൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇതെങ്ങനെ വൃത്തിയാക്കുന്നത് കാണിക്കാം. ആദ്യം ഇതിൻ്റെ കാലിൽ ഞാൻ ചവിട്ടി പിടിച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്യണത്. നല്ല അറുത്ത് ശീലമുള്ളവർക്കാണ് ഈ മീൻ അറുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരെണ്ണം എങ്ങനെ അറുക്കണമെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നതാണ്. വൃത്തിയുള്ള മീനാണ്. തൊലിയെല്ലാം കഴിഞ്ഞു വയ്യാൽ നമുക്കിത് തൊലിയിലകത്താണിത് മീൻ വൃത്തിയോടെ ഇരിക്കണത്. തൊലി കഴിഞ്ഞു വയ്യാൽ ഇത് വൃത്തിയാവുകയാണ്. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ പുറത്ത് ഇതൊക്കെ എടുക്കണം നല്ലവണ്ണം. മക്കളെ, നമ്മളെ മീൻ കറിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മസാല സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇത് അമ്മിയിലാണ് അരയ്ക്കുന്നത്. ഇത് മല്ലി ഒരു 1.5 സ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 വറ്റൽ മുളക്, എരിയുള്ള മുളകാണ്. പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ് കണക്കാക്കി, ഉലുവ ഒരു 1/4 ടീസ്പൂണ് കണക്കാക്കി, പിന്നെ ഒരു 4 കഷ്ണം ചെറിയ ഉള്ളി, ഒരു 2 സ്പൂണ് തേങ്ങ. ഇതിന് കൂടുതൽ തേങ്ങ അരയ്ക്കാൻ പാടില്ല. തേങ്ങ ശകലം മല്ലിയിലെ ഒരു കടുപ്പെടുക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ അരയ്ക്കേണ്ടത് ഈ മീനിന് കൂടുതൽ തേങ്ങ അരച്ച് വെക്കുന്നതോടെയും ഇങ്ങനെ ഈ ഒരു സ്പൂണോ 2 സ്പൂണോ തേങ്ങ അരച്ച് വെക്കുന്നതാണ് ഈ മീനിന് ടേസ്റ്റ്. പിന്നെ കുറച്ച് പുളിപ്പിനുള്ള പുളി, ഒരു നാരങ്ങയുടെ അളവിനുള്ള പുളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പുളി കുറച്ച് കൂടുതൽ വേണം. എരിയും പുളിയും ഈ മീനിന് മെയിനാണ്. പിന്നെ വെളിച്ചെണ്ണ വേണം, 2 പച്ചമുളക്, കുറച്ച് കരിയേപ്പില. ഇതാണ് മക്കളെ ഈ മീൻ കറി ഉണ്ടാക്കാനുള്ള മസാല സാധനങ്ങൾ. ഇതൊന്ന് വറുക്കണം. നമുക്കൊന്ന് മല്ലിയും മുളകും കുരുമുളകും വറുക്കണം. വറുത്തിട്ട് നമുക്ക് അരയ്ക്കാം. ചീൻചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മളെ മല്ലി ഇട്ട് കൊടുക്കാം. മല്ലിയും കുരുമുളകും ഇട്ട് കൊടുക്കാം. മുളകും ഇട്ട് കൊടുക്കാം. ഒന്ന് ചിറക്ക വറുക്കണം. മല്ലി മുളക് നല്ല ചുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം അമ്മിയിലോട്ട് അരച്ചെടുക്കാം. വെച്ച് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വെച്ച് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചേക്കണ മുളകും മല്ലിയെല്ലാം അരച്ചെടുക്കാം. അമ്മിയിൽ അരച്ച് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് ഈ മീൻ കറി. അമ്മിയില്ലാത്തവർ മിക്സിയിൽ അരയ്ക്കും. വെച്ച് കൊടുക്കാം. മല്ലിയും കുരുമുളകും കൂടെ ഒരുമിച്ചാണ് വറുത്തത്. അതും കൂടെ വെച്ച് അരച്ച് കൊടുക്കാം. നല്ല അരയണം. മുളക് മല്ലിയൊക്കെ നല്ല അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഞാൻ 2 സ്പൂണ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല വൃത്തി അരച്ചെടുക്കാം.
മക്കളെ തേങ്ങ നല്ല വൃത്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ പുളിയാണ് ഞാൻ അരയ്ക്കാൻ പോണത്. പുളി വെള്ളമല്ല ഞാൻ ഒഴിക്കണത്, പുളി ഇതാ വെള്ളത്തിലിട്ട് കൊവരാൻ വെച്ച് അതാണ് അരയ്ക്കണത്. ഇത് ഞാൻ തോടുള്ള പുളി വാങ്ങി കുത്തി വെയിലത്ത് വെച്ച് ഉണക്കി വെച്ച പുളിയാണ്, അതുകൊണ്ടാണ് ധൈര്യത്തോടെ അരയ്ക്കണത്. ഇപ്പം നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണ പുളിയാണെങ്കിൽ അത് വെള്ളത്തിൽ കൊവരാൻ വെച്ച് പുളി വെള്ളമായിട്ട് ഒഴിച്ചാൽ മതി. വെച്ചാൽ അതിൽ വൃത്തി കാണില്ല, തോടും മണ്ണും ഒക്കെ ഉണ്ടാവും. ഇത് ധൈര്യമായിട്ട് നമുക്ക് അരയ്ക്കാം. മീനിന് ഇത് അരയ്ക്കണത് എന്തിനാണെന്ന് വെച്ചാൽ മീനിന് നല്ലൊരു കുറുകുറുപ്പുണ്ടാവും, ഒരു കൊഴുപ്പുണ്ടാവും. പിന്നെ നല്ല അമ്മിയിൽ വെച്ച് അരയ്ക്കണതുകൊണ്ട് നല്ല ഒരു ടേസ്റ്റും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പുളി വെച്ച് അരയ്ക്കണത്. ഉള്ളി അരയ്ക്കുകയാണ്. ഉള്ളി നല്ല അരച്ചെടുക്കാം. ഉലുവ വച്ചിട്ടുണ്ട്. ഉലുവ നമുക്ക് നല്ല അരയേണ്ട, ഒന്ന് പൊടിച്ച് ചേർത്താൽ മതി. പിന്നെ പച്ച കരിയേപ്പില അതും ഒരു കൊത്തെടുത്തിട്ടുണ്ട്. അത് ലൈറ്റാக ഒന്ന് അരച്ചാൽ മതി, ഒരു നല്ല ഒരു മണം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അരച്ചെടുത്തിട്ടുണ്ട് നല്ല. ഈ അമ്മിയൊക്കെ കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ ഈ മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം, കഴുകിയെടുക്കാം. നമ്മളെ മീനൊക്കെ നല്ല കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് മക്കളെ. പച്ചമുളക് 2 എണ്ണം ഇതിൽ ഇങ്ങനെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തലയൊക്കെ ഇട്ടിട്ടുണ്ട്. തലയൊക്കെ ഇട്ട് വെച്ചാൽ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. എന്നാൽ നമ്മൾ അമ്മിയിൽ അരച്ചിട്ടുള്ള അരപ്പിനെ ഒന്ന് കലക്കിയെടുക്കാം. പഴയ കാലത്തുള്ള ആളുകൾ വയ്ക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യണത്. കൂടുതൽ വെള്ളം ഒഴിച്ച് ഇത് ചെയ്യണ്ട, കൂടുതൽ വെള്ളം പാടില്ല. മറ്റേ മീൻ കറി പോലെ ഇത് വറ്റിച്ചെടുക്കുന്ന മീനാണ്. ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലോട്ട്. ആവശ്യത്തിനുള്ള കല്ലുപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ കണക്കാക്കി ഞാൻ ഇട്ടിട്ടുണ്ട് കല്ലുപ്പ്. പക്ഷേ 4 മീനുള്ളതുകൊണ്ട് ഇട്ടിട്ടുണ്ട്. അമ്മി കഴുകിയ വെള്ളം തന്നെ അതും കൂടെ ഒഴിച്ചു കൊടുക്കും. നല്ല കലക്കിയെടുക്കാം. ഇത് ഈ അളവിന് മീൻ ഇത്തിരി മുങ്ങി നിൽക്കണ രീതിക്ക്, പക്ഷെ നല്ല കട്ടിക്ക് എടുക്കണതുകൊണ്ട് ഇത് വെള്ളം ഊറും. അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് ഇത് വയ്ക്കണ്ട. നമ്മൾ വിറവടുപ്പിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അടച്ച് വെച്ച് കൊടുക്കാം. മീൻ തിളയ്ക്കണം. മീൻ തിളച്ച് ശേഷം തീ കുറച്ച് വെച്ച് തീ കത്തിക്കണം, വറ്റി വരാൻ വേണ്ടിയിട്ട്. കൂടുതൽ തീയൊന്നും പാടില്ല. എന്നുവെച്ചാൽ വെള്ളം കുറച്ച് വെച്ചാണ് നമ്മൾ ഈ മീൻ വേവിച്ചെടുക്കണത്. അതുകൊണ്ട് നമ്മൾ തീ കുറച്ച് വെക്കണം. ഗ്യാസാണെങ്കിൽ സിമ്മിൽ വെച്ച് തിളച്ചതിന് ശേഷം സിമ്മിൽ വെച്ച് എടുക്കണം, വറ്റണ വരി. നമ്മളെ മീൻ വറ്റി വരണം. ഇനി നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് ഒന്നിരുന്നോട്ട്. മീൻ വറ്റിയിട്ടുണ്ട്. ചെറുതായി കുറച്ച് തന്നെ ചാറുള്ളത്, അത് ഇരുന്ന് വറ്റിക്കോളും. ചട്ടിയിലെ ചൂട് കൊണ്ട് അത് വറ്റിക്കോളും. നമ്മൾ 1 ചെറിയ സ്പൂൺ കണക്കാക്കിയുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ വെളിച്ചെണ്ണയൊന്നും നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടില്ല ഇതിനെ. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഇരുന്ന് വറ്റിട്ട്. മക്കളെ, നമ്മളെ പ്ലാത്തി മീൻ നല്ല കുറുകിയ ചാറോടെ ഇരിക്കുകയാണ്, നല്ല വറ്റിയിട്ടുണ്ട്. നമുക്ക് മരിച്ചിനീരുടെ കൂടെ ഒഴിച്ച് കഴിക്കാൻ കണക്കാക്കിയുള്ള ചാറോടെയാണ് ഇരിക്കണത്. നമുക്കിവിടെ മരിച്ചിനി കോരാം.
ഞാൻ നല്ല ഇളക്കി വെച്ചിട്ടുണ്ട്. നല്ല വേവണ മരിച്ചിനിയാണ്, നല്ല ചൂടോട്. നല്ല ഒരു ടേസ്റ്റായിട്ടുള്ള മീനാണ്, നല്ല ചാറോടുകൂടി. ഇത് കഴിക്കാൻ നല്ല സൂപ്പറായിരിക്കും മക്കളെ. ഇത് അമ്മിയിൽ അരച്ചതും വിറവടുപ്പിലും മൺചട്ടിയിലൊക്കെ വെച്ചതുകൊണ്ട് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകും. അത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. മുകളിലോട്ട് വെച്ച് കൊടുക്കാം നമുക്ക്. തലയും ഞാൻ വച്ചിട്ടുണ്ട്. അപ്പം ഈ മീനിനെ നമ്മൾ മരിച്ചിനി കൂട്ടി കഴിക്കാനാണ് ഈ മീൻ ഏറ്റവും ബെസ്റ്റ്. നമ്മൾ വെറുതെ കഴിക്കണതോടെ, ചോറിൻ്റെ കൂടെ കഴിക്കണതോടെയും ഈ മീൻ മരിച്ചിനിയുടെ കൂടെ ഇതേപോലെ മരിച്ചിനി ഇളക്കി ഈ മീൻ ഒഴിച്ച് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളെ വീട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ മീൻ കിട്ടുമെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കി മക്കളെ. ഈ രീതിയിൽ കളസ് ചാനലിൽ ഒരു ചെറിയ ഒരു ചാനലാണ്, അതിനെ മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ട് നിങ്ങൾ എനിക്ക് ചെയ്യണം. ഇനി ഒരു വീഡിയോ ആയിട്ട് വരും. ബൈ മക്കളെ.